രാമേന്ദ്രൻ ഇപ്പോൾ നരേന്ദ്രമോദി ഇസ്രായേൽ പോവുകയും ജൂതരുമായി നല്ല ബന്ധമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പൊതുവെ വരുന്നുണ്ട്. നമ്മളിതുമായിട്ട് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുത്തു വെക്കാവുന്നതാണ്. സവർക്കർ ജർമ്മൻകാരുമായിട്ടായിരുന്നു ബന്ധം. എന്നാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജൂതബന്ധം കാണാനായിട്ട് പറ്റും. അതായത് ഈ അങ്ങനെ ഒരു നരേറ്റീവ് ബൈനറി ഈ സവർക്കറുടെ ശത്രുക്കളും ഹിന്ദുത്വയുടെ ശത്രുക്കളും BJPയുടെ ശത്രുക്കളും എപ്പോഴും കൊണ്ടുവരാറുണ്ട്. കാരണം അദ്ദേഹം നാസികളുടെ കൂടെ, നാസികള് ജൂതന്മാരുടെ വംശഹത്യ ചെയ്ത ആളാണല്ലോ ഹിറ്റ്ലർ. അപ്പോൾ ജൂതവിരുദ്ധനായിരുന്നു സവർക്കർ എന്നൊരു നരേറ്റീവ് കൊണ്ടുവരാനുള്ള ശ്രമം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. തെറ്റാ. അതായത് സവർക്കറുടെ ഹിന്ദുത്വ, ഹൂ ഈസ് എ ഹിന്ദു എന്ന് പറഞ്ഞ പുസ്തകം 1923 എഴുതിയതാണ്. സവർക്കർ എല്ലാം തുടങ്ങി വെച്ച ആളാണല്ലോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് സവർക്കറാണ്. അങ്ങനെ അതിനെപ്പറ്റി പുസ്തകം എഴുതുകയും ചെയ്തു ചെറിയ പ്രായത്തിൽ, പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ ഹിന്ദുത്വ, ഹൂ ഈസ് എ ഹിന്ദു എന്ന് പറഞ്ഞ പുസ്തകം 1923 എഴുതുമ്പോൾ അതിൽ പറയുകയാണ് സവർക്കർ, സയനിസ്റ്റ് സ്വപ്നം പൂവണിഞ്ഞാൽ, പലസ്തീൻ ജൂതരാഷ്ട്രമായി കഴിഞ്ഞാൽ ജൂത സുഹൃത്തുക്കളെ പോലെ അക്കാര്യത്തിൽ നമുക്കും സന്തോഷമാണ്. ഇന്ത്യക്കും ഇന്ത്യക്കാർക്കും ഒക്കെ ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് ആഹ്ലാദകരമാണ്. എന്നാൽ 1923 പല ആളുകളും ജൂതരാഷ്ട്രത്തിനെ പറ്റിയും ഒക്കെ സ്വപ്നം കാണുന്ന കാലത്ത് ജൂതരാഷ്ട്രമായാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പലസ്തീൻ ജൂതരാഷ്ട്രമായാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വിഭജിച്ചിട്ട് ഇസ്രയേലും കൂടി ഉണ്ടാവുക എന്നാണല്ലോ ഈ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ജൂതരാഷ്ട്രം ആദ്യമേ സ്വപ്നം കണ്ട ഒരാളാണ്. 1948 ആണ് ഇസ്രയേൽ നിലവിൽ വരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഒരു ജൂതരാഷ്ട്രം സ്വപ്നം കണ്ട ആളാണ്. അതിൻ്റെ ചിന്തകൾ എനിക്ക് തോന്നുന്നത് ആ കാലത്തൊക്കെ ഇങ്ങനെ ശരിക്കും നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാവണം. കാരണം ജൂതന്മാർക്ക് എതിരെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം ഹിറ്റ്ലറുടെ ഭാഗത്തുണ്ടാകുകയും വലിയ പലായനം. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് ഒക്കെ പിന്നീട് അത് ഞാൻ പറയാം. അതിനു മുമ്പ് തന്നെ ലോകമാകെ വേട്ടയാടപ്പെടുന്നുണ്ടല്ലോ ജൂതന്മാര്. 15ാം നൂറ്റാണ്ട് മുതലൊക്കെ കേരളത്തിൽ തന്നെയൊക്കെ വരുന്നില്ലേ ജൂതന്മാര്? സ്പാനിഷ് പെർസിക്യൂഷൻ ഇല്ലേ? സ്പെയിനിൽ നിന്നൊക്കെ ഓടി വരുന്നില്ലേ അവര് പല ഭാഗത്തു നിന്നും? അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് ഓടി വരുന്നില്ലേ? ജെറുസലേമിൻ്റെ ദേവാലയങ്ങൾ തകർക്കുന്നൊക്കെ ഇല്ലേ? ആ സമയത്തൊക്കെ ഓടി ഇങ്ങോട്ടൊക്കെ വരുന്നില്ലേ? കേരളം സ്വീകരിക്കുന്നുണ്ട്. ചെന്നൈയിലെ, മദ്രാസില്, കൊൽക്കത്തയില്, മുംബൈയില് ഒക്കെ ഇവർ വന്ന് പലായനം ചെയ്ത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ കാലത്തൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഇതുപോലെ വേട്ടയാടപ്പെട്ട വേറൊരു ജനത ലോകത്തില്ല. അപ്പോൾ എന്നിട്ടും ഈ മാർക്സിസ്റ്റുകൾ ഈ സവർക്കറെ ജർമ്മനിയുടെ ആരാധകനായിട്ടും ഹിറ്റ്ലറുടെ ആരാധകനായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. അതിന് കാരണം 1938 ഓഗസ്റ്റ് 1 പൂനെയിൽ ഒരു അധ്യക്ഷ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് സവർക്കറെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. അതും പൊട്ടത്തെറ്റ. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, സവർക്കർ പറഞ്ഞത് ജർമ്മനിക്ക്, ഇത് 1938 ഹോളോകോസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 1939 രണ്ടാം ലോകയുദ്ധം വരുന്നുള്ളൂ. ഇത് 1938 സവർക്കറുടെ ഈ പ്രസംഗം. ജർമ്മനിക്ക് നാസിസത്തെ ഭരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം പറയാണ്. മറ്റ് രാജ്യങ്ങൾ അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംഘടനകൾ ഉണ്ടാക്കിയതുപോലെ, ഓരോ രാജ്യത്തും ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരുടേതായ സംഘടന ഉണ്ടാവുമല്ലോ, അതുപോലെ ഇവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് സംഘടന ഉണ്ടാക്കാൻ. അത് പ്രത്യയശാസ്ത്ര സവർക്കർ കൊടുത്തിരിക്കുന്നത് ആ പ്രത്യയശാസ്ത്രം, നാസിസം എന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിന് കൊടുത്ത പിന്തുണ അല്ലല്ലോ, ഒരു ജിയോ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യത്തിന്. അങ്ങനെ അവിടെ സംഘടന ഉണ്ടായി, നാസി എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായി. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ഇതിൻ്റെ കൂടെ നിൽക്കുന്നു, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെയാണെന്ന് സവർക്കർ പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത്.
ഇത് ഈ സവർക്കർ മാപ്പ് പറഞ്ഞു എന്നൊക്കെ EMA BB ഒക്കെ പൊട്ടത്തരം പറഞ്ഞു നടക്കില്ലേ? NE ബാലറാം മാപ്പ് പറഞ്ഞിട്ടില്ലേ? KC മാപ്പിള പറഞ്ഞിട്ടില്ലേ? ആ കാലത്ത് മാപ്പ് എഴുതി കൊടുത്താലേ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അല്ല, അതുകൊണ്ട് മാപ്പ് എഴുതി കൊടുക്കുകയോ പറയുകയോ ചെയ്തില്ല എന്ന് വരുന്നില്ല. ഇല്ല, മാപ്പ് എഴുതി കൊടുത്ത്. ആ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ നാസി ഫിലോസഫി ഉണ്ടല്ലോ, അവരുടെ ഒരു ഭരണകൂട സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാഴ്ചപ്പാടുകൾ, പട്ടാളത്തിന് വലിയ പ്രാമുഖ്യം നൽകൽ, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പല ഘട്ടങ്ങളിലും സവർക്കർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ അത്തരത്തിലുള്ള ഒരു ആംഗിളിൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഒരു മിലിറ്റൻ്റ് ആയിട്ടുള്ള ഹിന്ദു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. കാരണം ഈ മിലിറ്റൻ്റ് ജൂത സങ്കല്പത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഒന്ന് മിലിറ്റന്റ് ഹിന്ദുയിസം എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ കാലത്ത് ലെനിനെ കണ്ടിട്ടില്ലേ സവർക്കർ? അവര് കണ്ടു, ചർച്ചയൊക്കെ നടത്തും. അല്ല, ആ കാലത്ത് ഒരു പൊളിറ്റിക്കൽ സ്ഫിയറിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഐഡിയോളജികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലും അതിന്റെ റോബർട്ട് പെയിൻ എഴുതിയ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഹിറ്റ്ലർക്ക് ഗാന്ധി കത്തെഴുതിയിട്ടുണ്ടെന്നേ. ഹിറ്റ്ലർ ഒരു രാഷ്ട്രത്തലവനാണ് എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഹോളോകോസ്റ്റിനൊക്കെ വളരെ മുമ്പാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഗാന്ധി നാസികളെ അനുകൂലിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഹിറ്റ്ലർക്ക് കത്ത് ഗാന്ധി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ വിദേശ നയം ഇന്ത്യൻ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്ന് സവർക്കർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വൈകാരിക അടുപ്പം അല്ല നമ്മൾ കാണിക്കേണ്ടത് എന്തെങ്കിലും പ്രത്യയശാസ്ത്രത്തിനോട്. അതായത് ഓരോ രാജ്യവും അതിൻ്റെ ചരിത്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രകാരം അവരുടേതായ ഭരണ സമ്പ്രദായങ്ങൾ പിന്തുടരും. 1938 നാസി ജർമ്മനി ജൂതവിരുദ്ധമാണ്. 1938 ജൂതവിരുദ്ധമാണെന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല നാസി ജർമ്മനി. ഹോളോകോസ്റ്റ് പക്ഷെ ഉണ്ടായിട്ടില്ല. അപ്പോൾ 1938 രണ്ടാം ലോകയുദ്ധം പിന്നെയാണ് ഉണ്ടാകുന്നത്. 1945 രണ്ടാം ലോകയുദ്ധം തീർന്ന ശേഷം ഹോളോകോസ്റ്റിനെ പറ്റിയും വംശഹത്യയെ പറ്റിയൊക്കെ ലോകത്തിന് വിവരം കിട്ടുന്നുള്ളൂ. കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പറ്റിയൊക്കെ. യുദ്ധം നടക്കുന്ന കാലത്ത് അതേപ്പറ്റിയൊന്നും വലിയ ധാരണയില്ലല്ലോ. യുദ്ധത്തിൻ്റെ വാർത്തകളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ നാസിസത്തിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് സവർക്കർ. എന്നിട്ട് അദ്ദേഹം പറയാണ് ലോകത്ത് ഒറ്റ വംശമേ ഉള്ളൂ, മനുഷ്യവംശം, ഓൺലി ഹ്യൂമൻ റേസ്. സവർക്കർ പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി കാണണ്ടേ? അത് കാണാം, പക്ഷേ അത് കാണാൻ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ലല്ലോ. അതിപ്പോ സവർക്കറുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ മനുഷ്യവംശം എന്ന നിലക്ക് മനുഷ്യരെ കാണുന്ന കൺസെപ്റ്റുകൾ അതൊന്നും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നില്ല. കാരണം വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടുക, അങ്ങനെ നടക്കുള്ളൂ. അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് അത്തരം താല്പര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ബുദ്ധിമുട്ടായി. 1947 ഇനി നെഹ്റുവിലേക്ക് നമ്മൾ നോക്കണമല്ലോ. 1947 UN ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ ഈ വിഭജന പ്രമേയം അവതരിപ്പിക്കുകയാണ്. ഇസ്രയേൽ ഉണ്ടാക്കുന്ന പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യ അതിനെതിരെയാണ് വോട്ട് ചെയ്തത്. ഇന്ത്യക്ക് പലസ്തീൻ മാത്രം മതി, ഇസ്രയേൽ വേണ്ട എന്നായിരുന്നു അതായിരുന്നു നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരുന്നു നെഹ്റു. ആ കാലത്ത് ഐൻസ്റ്റീൻ കത്തെഴുതിയിരുന്നല്ലോ നെഹ്റുവിന്, നിങ്ങൾ ഇസ്രയേൽ സ്ഥാപനത്തിനെ അനുകൂലിക്കണം, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉടനെ കത്തെഴുതിയില്ല. 1 മാസം കഴിഞ്ഞിട്ട് നെഹ്റു ഐൻസ്റ്റീന് എന്താണെന്നറിയോ? ഇത്തരം കാര്യങ്ങളിൽ ഞാൻ സ്വാർത്ഥ താല്പരനാണ്. എൻ്റെ സ്വാർത്ഥത ഇക്കാര്യത്തിൽ എനിക്കുണ്ട്, ഞാൻ ഇസ്രയേലിൻ്റെ കൂടെ ഇല്ല എന്നാണ് നെഹ്റു ഐൻസ്റ്റീൻ എഴുതിയത്. ഈ കത്തൊക്കെ അവൈലബിൾ ആണിപ്പോൾ. അപ്പോൾ 1950 സെപ്റ്റംബറിലാണ് ഇസ്രയേലിനെ അംഗീകരിക്കുന്നത് തന്നെ. 1948 ഇസ്രയേലിനെ ഇവിടെ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് എംബസി നയതന്ത്ര ബന്ധം ഇസ്രയേലുമായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴാണ്? 1992 മാത്രമാണ്. ഇതാണ് അതിൻ്റെ വസ്തുത. യാസർ അറഫത്തിനെയും കെട്ടിപ്പിടിച്ചല്ലേ ഇന്ദിരാഗാന്ധി നടന്നത്, ഇല്ലേ?
ഗോൾഡ മേയർ 1971 അവിടുത്തെ വനിതാ പ്രധാനമന്ത്രി ഇസ്രയേൽ 1971 യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധിക്ക് ആയുധം കൊടുക്കുന്നുണ്ട്, നയതന്ത്ര ബന്ധം ഇല്ലാതെ. അതാണ് മോദി പറഞ്ഞത്, നമ്മൾ രണ്ട് വലിയ പൈതൃകങ്ങൾ ആണ് എന്നിപ്പോൾ പറഞ്ഞില്ലേ, ജൂതന്മാരും ഈ ഹിന്ദുക്കളും എന്ന് പറഞ്ഞാൽ. അല്ല, ഇപ്പോൾ പൊതുവേ നമ്മളുടെ ഒരു ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുൻപത്തെ പോലെ ഏതെങ്കിലും ഒരു ചേരിയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു സ്വഭാവമൊന്നും ഇല്ല. ഇല്ല, നമുക്ക് നമ്മുടെ താല്പര്യം. അതായത് നമ്മൾക്ക് എന്താണ് ഗുണം, നമ്മൾ മാത്രമല്ല ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അങ്ങനെയാണ്. ഈ നമ്മുടെ ബൈപ്പോളാർ വേൾഡ് ആയിരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. അതിങ്ങനെ ചേരിയായിട്ട് നിന്ന് ആ സമയത്ത് ചെയ്യുന്ന തെറ്റും ശരിയും ഒക്കെ എന്ത് ചെയ്യും, ന്യായീകരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പം അത് മാറി. ഇപ്പം നമ്മൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഓരോന്നും പരിശോധിച്ചിട്ട് നമുക്ക് ഗുണമായത് അങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ റിലേഷൻസ് തന്നെ ഇപ്പോൾ പരിശോധിച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ചൈനയായിട്ടും റഷ്യയായിട്ടും ഉണ്ടാകാം. ചൈനയായിട്ട് ഒരു ബന്ധത്തിലേക്ക് ഇന്ത്യക്ക് ഇപ്പോൾ പോകാനായിട്ട് പറ്റുമായിരുന്നില്ല. പക്ഷേ അമേരിക്ക അത്തരം പണികളൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മൾ അമേരിക്കയിട്ട് പണിയാൻ തീരുമാനിക്കുന്നു. അതാണ് ശരിക്കും പുതിയ കാലത്തെ ഒരു വേൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ പറ്റുള്ളൂ. എന്തായാലും സവർക്കർ ഇസ്രയേലിനെ 1923 തന്നെ അംഗീകരിച്ചിരുന്നു. അത് ആണ് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.